ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇത് ഞായറാഴ്ചയാണ്. നമുക്കറിയാം ഞായറാഴ്ചയായി തന്നെ നമുക്ക് എല്ലാവർക്കും വീട്ടിൽ ഒരുപാട് പണികൾ കാണും. അതുപോലെ തന്നെയാണ് നമ്മളുടെ ഇന്നത്തെ ഒരു വീട്ടിലെ വിശേഷങ്ങളാണ് ഞങ്ങൾ ഇന്ന് കാണിക്കുന്നത് ഞായറാഴ്ചയായിട്ട്. ഓക്കെ, അപ്പോൾ അതിൽ കഴിഞ്ഞ വീഡിയോസ് നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും. ഞാനൊരു വാക്യൂം ക്ലീനറിൻ്റെ ഒരു 1 ഇയർ റിവ്യൂ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ അതിൻ്റെ യൂസേജ് നിങ്ങൾക്ക് ആ ടൈമിൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അതൊരു പ്രാക്ടിക്കലായിട്ടുള്ള വെച്ചാൽ നമ്മളത് കാറിൽ അപ്ലൈ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. പക്ഷെ അത് എങ്ങനെയാണെന്നുള്ളത് കാറിൽ നിർത്തിയിട്ട് ഞാൻ നിങ്ങളെ കാണിച്ചു തന്നിട്ടില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ആ ഒരു സാധനം കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഒരു പ്രഷർ വാഷർ പമ്പ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കാറിൻ്റെ. അപ്പോൾ അതിൻ്റെ ഉപയോഗങ്ങൾ, ഈ 2 കാര്യങ്ങൾ. പിന്നെ അതുപോലെ തന്നെ നമ്മൾ അന്ന് സിലോപ്പിയയുടെ കുഞ്ഞുങ്ങളെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അതിപ്പം എനിക്ക് തോന്നുന്നു ഒരു മാസത്തിൽ കൂടുതലായി. അപ്പോൾ അതിൻ്റെ ഇപ്പോഴത്തെ കറണ്ട് എത്രത്തോളം വലിപ്പം വെച്ചു എന്നുള്ളത് എന്നീ കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ കാണിക്കുന്നത്. 2 ടാങ്കിലായിട്ടായിരുന്നു നമ്മൾ സിലോപ്പിയ കുഞ്ഞുങ്ങൾ ഇട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് ഇന്നിപ്പം എത്രത്തോളം വലുതായിട്ടുണ്ടെന്നുള്ളത് നമുക്ക് നോക്കാം. അതിനകത്ത് എന്താണെന്നറിയാൻ പയ്യ. മോൾസ് നോക്കിയിട്ട് ഒന്നും കാണുന്നില്ല അല്ലേ മോൾസ്? അതൊന്നും കേട്ടിട്ടില്ല. ഞായറാഴ്ച മാത്രമേ ഇല്ല. 20 കുഞ്ഞുങ്ങളായിരുന്നു നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ 1 മാസം ആയിട്ടുണ്ടാവും. അപ്പോൾ അത് ഏകദേശം എന്താ ഈ ഒരു ഇതായിട്ടുണ്ട്, ഈ ഒരു പരുവമായിട്ടുണ്ട് ഇതിനകത്ത്. കാണുന്നുണ്ടോ? ഹലോ ഗായ്സ്, അപ്പം നമ്മൾ ഈ സാധനം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മളിത് ഉപയോഗിക്കണം. അപ്പോൾ നമുക്കിത് കാറിട്ടൊന്ന് ക്ലീൻ ചെയ്യുന്നത് ഞാൻ കാണിച്ചത് എങ്ങനെയാണ്. ഗൈസ്, അപ്പം നമ്മുടെ ഇന്ന് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നൊരു സാധനമാണ് ടെക്സം എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ TX50 എന്ന് പറയുന്ന കാർ പ്രഷർ വാഷ്. ഇതും ഞാനിപ്പോൾ ഏകദേശം ഒരു വർഷത്തിന് മുകളിലായിട്ട് ഞാനിപ്പോൾ ഉപയോഗിക്കുന്നുണ്ട്. ഇതുവരെ കുഴപ്പങ്ങളോ കാര്യങ്ങളോ ഒന്നും വന്നിട്ടില്ല. അത്യാവശ്യം പവറുണ്ട്. നമുക്ക് കാർ ഷെറിനെ പോലെയുള്ള അത്ര പവറും കാര്യങ്ങളൊന്നും ഇല്ലെന്നുണ്ടെങ്കിൽ പോലും അത്യാവശ്യം നല്ല പവറുണ്ട്. നല്ല കംഫർട്ടാണ് യൂസ് ചെയ്യാനായിട്ട്. അത്യാവശ്യം നല്ല ഡിസൈനാണ്. അത്യാവശ്യം നല്ല യൂസ്ഫുള്ളാണ്. അപ്പോൾ ഈ ഒരു കാര്യങ്ങളാണ് നമ്മൾ ഇനി കാണാൻ പോകുന്നത്, ഇതിൻ്റെ വിശേഷങ്ങൾ. ഓക്കെ, നമുക്ക് ഈ ഒരു പ്രഷർ വാഷറിൻ്റെ കൂടെ മെയിനായിട്ടും വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഓസ് വരുന്നുണ്ട്. ഈ ഒരു ഓസ് അത്യാവശ്യം നല്ല കട്ടിയുള്ള ഓസാണ്. അതുപോലെ തന്നെ നല്ല ലെങ്തിയാണ്. അതുപോലെ തന്നെ ഇതിന് ഗണ്ണ് വരുന്നുണ്ട്. ഗണ്ണാണ് കണ്ണൻ്റെ ഇരിക്കുന്നത്. കണ്ണങ്ങയുടെ ഗണ്ണ് കാണിച്ചു കൊടുക്കട്ടെ. ഇതാണ് ഇതിൻ്റെ ഗണ്ണ് വരുന്നത്. ഓക്കെ, ഇത് ഗണ്ണിനകത്ത് ഇത് എക്സ്റ്റൻഷനാണ്. ഈ ഗണ്ണ് ഇതിനകത്തോട്ട് നമ്മൾ കണക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം നമുക്കൊരു പവറിൽ നമുക്ക് ഈ സാധനം കിട്ടും. അതുപോലെ തന്നെ അതുപോലെ നമ്മൾ അത് ഇങ്ങനെ ആക്കി കഴിഞ്ഞാൽ ഇത് കിട്ടും. അതുപോലെ തന്നെ അത് ഇവിടെ ഒരു ഇവിടെ ഒരു വേരിയൻ്റ് ഉണ്ട്. ഇവിടെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുന്നതനുസരിച്ചിട്ട് നമുക്കിതിൻ്റെ ഓരോരോ മോഡ് നമുക്കിങ്ങനെ ചേഞ്ച് ആയിട്ട് വരുന്നുണ്ടായിരിക്കും. അത് ഞാൻ കാണിച്ചു തരാം അതിനകത്ത്. ഓക്കെ, അതുപോലെ തന്നെ ഈ ഒരു റെഡ് ഇതിൻ്റെ കൂടെ വരുന്നതാണ്. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വെള്ളം എടുക്കാൻ വേണ്ടിയിട്ടാണ്, വെള്ളം ഇൻപുട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ട്യൂബ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, പിന്നെ ഇതാണ് നമുക്ക് ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ളൊരു ഐറ്റം. അത്യാവശ്യം വെയിറ്റ് ഉണ്ട്. അത്യാവശ്യം നമുക്ക് വെയിറ്റ് ഉണ്ട് നമുക്ക് ഇതിനകത്ത്. ഇവർ പറയുന്നത് 2.2 kW ആണ് ഇതിൻ്റെ പവർ. പ്രഷർ 145 ബാർ. അതുപോലെ തന്നെ ഫ്ലോ റേറ്റ് പറയുന്നത് 10 LPM ആണ് ഇതിൻ്റെ ഫ്ലോ റേറ്റ് പറയുന്നത്. ഇപ്പം ഞാനിപ്പോൾ ഒരു വർഷം കൊണ്ട് ഉപയോഗിക്കുന്നു. ഞാൻ ആക്ച്വലി ഒരു 2 ആഴ്ച കൂടുന്തോറും ഒക്കെ നമ്മൾ എന്തായാലും കാറും പിന്നെ അതുപോലെ തന്നെ നമ്മളുടെ ഇൻ്റർലോക്ക്, അതുപോലെ തന്നെ നമ്മുടെ മാറ്റുകൾ, അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം നമ്മൾ ഇതിനകത്ത് തന്നെ കഴുകുന്നത്. ഇതുവരെ നമുക്ക് പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും തന്നെ വന്നിട്ടില്ല. ഓക്കെ, ഇതാണ് ഇതിൻ്റെ ഇൻപുട്ട് ട്യൂബ് എന്ന് പറയുന്നത്. ഈ ഒരു ട്യൂബിലേക്കാണ് നമ്മൾ
ഈ ഒരു സാധനം നമ്മളിതിനേക്ക് സെറ്റ് ചെയ്യുന്നത്. ഞാൻ കാണിച്ചു തരാം. ഈ ഒരു ട്യൂബ് ഉണ്ടല്ലോ, ഇതിൽ ജസ്റ്റ് ഇതാ ഇങ്ങനെ ഒരു സിമ്പിളുണ്ട്. ഇത് ജസ്റ്റ് നമ്മളിങ്ങനെ പ്രസ് ചെയ്യുക, നമ്മളിതിലേക്ക് ചെയ്യുക. ഓക്കെ, ഫൈൻ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഇൻപുട്ട് സെറ്റായി. നമുക്ക് ഇനി ഇതിനകത്ത് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഔട്ട്പുട്ടാണ്. ഓക്കെ, ഇതിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞത് തൊട്ട് ഓപ്പോസിറ്റാണ്. നമുക്ക് ഇവിടെയാണ് നമുക്ക് അതിൻ്റെ ഔട്ട് വരുന്നത്. നമ്മൾ ഔട്ടിൽ കൊടുക്കേണ്ട സാധനമാണ് ഇത്. ഔട്ടിൽ ഇത് അത്യാവശ്യം നല്ല കട്ടിയുള്ളതാണ് കേട്ടോ. ഇത് ഇത്തിരി കട്ടി കുറഞ്ഞൊരു നോർമൽ പ്രഷർ വാഷ് ഇതിൻ്റെ കണക്ക് നോർമൽ എന്താ പറയുക, നോർമൽ ഓസിനെ പോലെയാണ് ഈ സാധനം. നോർമൽ ഓസാണ് ഈ സാധനം വരുന്നത്. പക്ഷേ ഇതെന്ന് പറയുന്നത് നമുക്ക് ഔട്ട് വരുന്ന സാധനം നമുക്ക് അത്യാവശ്യം കട്ടിയുള്ളതാണ് വരുന്നത്. കട്ടിയുള്ള ഒരു അത്യാവശ്യം നല്ല നീളവും വരുന്നൊരു കേബിളാണിത്. നമ്മളിത് ജസ്റ്റ് ഇത് കണ്ടോ, ഈ സാധനം നമുക്ക് ഇതിലേക്ക് നമ്മൾ ഈ സാധനം സെറ്റ് ചെയ്ത് വയ്ക്കും. നമ്മൾ ജസ്റ്റ് പുഷ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ഇതിനകത്തോട്ട് കയറിപ്പോകും. കണ്ടോ, കയറിപ്പോയിട്ട് ഇത് ജസ്റ്റ് നമ്മൾ ഇത് വെച്ച് ഇങ്ങനെ കറക്കി കൊടുത്തു കഴിഞ്ഞാൽ ഇത് നോർമലായിട്ട് അതിനകത്തോട്ട് കയറിയിരിക്കും. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു ഗണ്ണിനകത്ത് തന്നെ നമുക്ക് ഈ ഫോം വെച്ച് യൂസ് ചെയ്യാൻ പറ്റും. ഇത് ഇതിൻ്റെ കൂടെ വരുന്ന ഒരു ബോട്ടിലാണ്. നമുക്ക് ഇതിനകത്ത് നമുക്ക് ഫോം ഫില്ല് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ജസ്റ്റ് ഈ സാധനം ഇതിൻ്റെ അറ്റത്ത് നമുക്ക് ജസ്റ്റ് ഇങ്ങനെ കണക്ട് ചെയ്യാൻ പറ്റും. ഇങ്ങനെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയാണോ നമ്മുടെ ഒരു കാറൊക്കെ ക്ലീൻ ചെയ്യാൻ പോകുമ്പോഴത്തേക്ക് അവരവിടെ ഫോം അടിക്കുന്നത്, അതേ ഒരു രീതിയിൽ തന്നെ നമുക്ക് ഈ ഫോം നമുക്ക് ഇവിടെ കിട്ടുന്നതായിരിക്കും. ഓക്കെ, നമ്മൾ മാറ്റി കഴിയുകയാണ് മേഘം പോലെ. അപ്പോൾ ഗൈസ്, നമുക്കിത് മാറ്റ് കഴുകാൻ മാത്രമല്ല, നമുക്ക് ഈ വണ്ടി നമ്മുടെ ടൂ വീലർ കഴുകാനൊക്കെ വളരെ ഈസിയാണ്. ഇത് കുട്ടികൾക്ക് വരെ ഇത് ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റാണിത്. ഞാൻ പറഞ്ഞല്ലോ ഗൈസ്, അത്യാവശ്യം നമുക്ക് നല്ല പവറിൽ തന്നെ നമുക്ക് ഈ ഒരു കാർ വാഷർ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ നമുക്ക് കാറിൻ്റെത് മാത്രമല്ല, നമുക്ക് ഫ്ലോർ ക്ലീനിങ്ങും നമുക്ക് നല്ല രീതിയിൽ തന്നെ നമുക്ക് ഈ ഒരു ഇതുപയോഗിച്ച് കഴുകാവുന്നതാണ്. ഹീറ്റിംഗ് ഇഷ്യൂസോ കാര്യങ്ങളോ ഒന്നും തന്നെ നമുക്കിവിടെ ഇല്ല ഇതിനകത്ത്.